രാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു നാടൻ കറിയാണ്. പീച്ചിങ്ങ പരിപ്പ് കറി. 2 പിഞ്ച് പീച്ചിങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി പീച്ചിങ്ങയുടെ വരമ്പ് കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. അതിനായി 1 കപ്പ് പരിപ്പ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു കുക്കറിലിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും 3 കപ്പ് വെള്ളവും ഒഴിച്ച് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. പരിപ്പ് പാകത്തിന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു പാത്രം വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഒരൽപ്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിക്കാം. ഒരു 10 ചുവന്നുള്ളി സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റാം. 4 പച്ചമുളക് ചരിച്ച് കട്ട് ചെയ്തതും ചേർത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. 3 മീഡിയം സൈസ് സവാള അരിഞ്ഞത് ചേർത്ത ശേഷം 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വഴറ്റാം. ഇപ്പോൾ എല്ലാം വഴന്ന് ഒരു ചെറിയ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റാം. രണ്ട് തക്കാളി ഇതുപോലെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ എല്ലാം പാകത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീച്ചിങ്ങ ചേർത്ത് കൊടുത്ത് പീച്ചിങ്ങ വഴന്നു വരുന്ന സമയം കൊണ്ട് അരപ്പൊന്ന് തയ്യാറാക്കാം. അതിനായി
ഒരു മുറി തേങ്ങ ചിരണ്ടിയത്, 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 6 ചെറിയ ഉള്ളി, 7 അല്ലി വെളുത്തുള്ളി. ഇതൊന്ന് അരച്ചെടുക്കാം. പീച്ചിങ്ങയൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമ്മൾ നേരത്തെ വെന്തു വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായി തിളയ്ക്കുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുക. കറി പാകമായി. ഇനിയൊന്ന് താളിക്കാം. ഈ ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അര ടീസ്പൂൺ കടുകിട്ട് കൊടുത്ത് പൊട്ടി വരുമ്പോൾ കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് ഒന്ന് മൂപ്പിക്കാം. അല്പം കറിവേപ്പിലയും വറ്റൽ മുളകും ചേർത്ത് കൊടുക്കാം. അഞ്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർക്കുക. ഇത് മൂത്ത് വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് യോജിപ്പിച്ച് കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ പീച്ചിങ്ങ പരിപ്പ് കറി റെഡിയായിട്ടുണ്ട്. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.